അപ്പൊ KSU ക്രിമിനലുകൾ മന്ത്രിയെ വധിക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് തുടർച്ചയായി കണ്ണൂരിൽ അക്രമം നടത്തുകയാണ്. അവർക്കറിയാം ഇനി അധികം ഔദ്യോഗിക പരിപാടി ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. റീത്ത് വെച്ചതാരാ? നേമം ഷജീറിനെ ആ ഫോട്ടോയിൽ കാണാം. റീത്ത് വെച്ചത് DYFI ആണെന്നുള്ള അഭിപ്രായമുണ്ട് അവർക്ക്. വീട്ടിൽ തനിയെ ഒരു റീത്ത് എത്തിയതാണ്. പത്തനംതിട്ട വീട് ആക്രമിച്ചതാരാ? യൂത്ത് കോൺഗ്രസ് KSU ക്രിമിനൽ സംഘം മന്ത്രിയെ വേട്ടയാടൽ തുടങ്ങിയത് കുറച്ചായപ്പോ അതിവിടെയും തുടർന്നു. ഇവിടെ രാവിലെ മുതലേ മന്ത്രിയുടെ പിന്നാലെയാണ് ഇവ. അപ്പൊ KSU ക്രിമിനലുകൾ മന്ത്രിയെ വധിക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് തുടർച്ചയായി കണ്ണൂരിൽ അക്രമം നടത്തുകയാണ്. അവർക്കറിയാം ഇനി അധികം ഔദ്യോഗിക പരിപാടി ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവർ മന്ത്രിയുടെ പിന്നാലെ നടന്നത്. ഒരു കാര്യം വ്യക്തമാണ്, മന്ത്രിക്ക് അവിടെ വെച്ച് ഇപ്പോൾ MRI ടെസ്റ്റിലും മറ്റും ഉണ്ടായ ക്ഷതം ഉണ്ടാകുന്നതിന് കാരണം ഇവരാണ് അവിടെ എത്തിച്ചേർന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ കാണും രണ്ടാള് ഒളിഞ്ഞു നോക്കുന്നത്. നേരാമണ്ണാണെങ്കിൽ നേരെ രീതിയിൽ വന്നാൽ പോലെ ഒളിഞ്ഞു നോക്കണം. അപ്പോ ആ ഗ്രിൽസിന്റെ ഉള്ളിലൂടെ മന്ത്രി എത്തിയോ അപ്പൊ പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറാൻ തുടങ്ങി. അങ്ങനെ കയറിയ രണ്ടാളെ പോലീസ് പിടിച്ചപ്പോ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ 2-3 ആള് വൈറ്റ് ഷർട്ട് ഇട്ട ഒരു പാന്റുകാരനും ഒരു മുണ്ടുകാരനും വരികയാണ്. ഇങ്ങനെയാണ് മന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഒരു പദ്ധതി, ഒരു സിനിമ സ്റ്റൈലായിരുന്നു. പ്ലാൻ A. അപ്പൊ അത് KSU ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ. അത് പരാജയപ്പെട്ടാൽ പ്ലാൻ B ഇപ്പുറത്തോട്ട് കയറുകയാണ്. അതുകൊണ്ട് അന്നത്തെ സംഭവത്തിന് ഇവർ നടത്തിയ തുടർച്ചയായി മന്ത്രിയെ വേട്ടയാടാൻ വേണ്ടി രാവിലെ മുതൽ നടത്തിയ പരിപാടിയുടെ അവസാനമാണ് റെയിൽവേ സ്റ്റേഷനിൽ നടന്നത്. റെയിൽവേ സ്റ്റേഷനിലും തീവണ്ടിയിലും വിമാനത്തിലും വെച്ച് അക്രമം നടത്തുന്ന പാരമ്പര്യം കോൺഗ്രസിനല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ട്? മുമ്പ് മുഖ്യമന്ത്രിക്കെതിരായി അത് തന്നെയല്ലേ? വിമാനത്ത് കയറിയിട്ട് കരികൂടി കാണിക്കാൻ. അപ്പൊ കോൺഗ്രസിന്റെ അണികളെ നേതാക്കന്മാർ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയക്കുക, എന്നിട്ട് മറിച്ചു പറയുക. ഇപ്പൊ കോടതിയിൽ പോയിരിക്കുകയാണ്. കോടതിയിൽ എല്ലാ കേസും തോറ്റു. K-ഫോണിനെതിരായി കേസ് കൊടുത്തു, തോറ്റു. കിഫ്ബിക്കെതിരായി കേസ് കൊടുത്തു, തോറ്റു. കേരളിനെതിരായി കേസുമായി പോയി, തോറ്റു. അങ്ങനെ കേസ് കൊടുത്ത് തോൽക്കുന്ന കോൺഗ്രസ് പുതിയൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടും. മന്ത്രിയുടെ കഴുത്തിനടുത്തേക്ക് കരിങ്കൊടി എത്തിയെന്ന് കഴിഞ്ഞ വീഡിയോ കാണും. അത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്. വീണ്ടും ഇതൊന്നും ഒന്നുകൂടി നോക്കാം നമുക്ക്.